ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തിയറി ഓഫ് മെഷീൻസിനകത്തുള്ള കുറച്ച് പോർഷൻസ് ആണ്. സോ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കണ്ടാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ത്രൂ ഔട്ട് ഈ ഒരു സബ്ജക്റ്റിനകത്ത് നമ്മൾ ഒരുപാട് പുതിയ ടേംസ്, അതുപോലെ തന്നെ കുറേ ഡെഫിനേഷൻസൊക്കെ ഇനി പുതിയതായിട്ട് യൂസ് ചെയ്യും. സോ അതൊക്കെ നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ ആവശ്യമുള്ള ആളുകൾക്ക് കാണാം. അതെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മളിന്ന് പറയുന്നത് കൈനമാറ്റിക് പെയർ എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. A joint formed by two link of a mechanism connected such a way that they allow specific type of relative motion between. അതാണ് ഒരു പെയർ എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും, രണ്ട് എലമെൻറ്റ്സ് ഉണ്ടാവും. നമ്മൾ എലമെൻറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക്സ്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ലിങ്ക് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ സോ അതിനകത്ത് നമുക്ക് ലിങ്കിനെ തന്നെ നമുക്ക് എങ്ങനെ പറയാം, ഇപ്പോൾ ഈ ഒരു ലിങ്കിനെ നമുക്ക് കൈനമാറ്റിക് ലിങ്ക് ഓഫ് എലമെൻ്റ് എന്ന് പറയാം. അപ്പോൾ പുതിയ ടേംസ് ആണ്. സോ അപ്പോൾ നമുക്ക് ഒരു മെഷീൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള പാർട്സിനൊക്കെ നമ്മൾ ഇവിടെ ലിങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റിലേറ്റീവ് മോഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് രണ്ട് ലിങ്കിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കൈനമാറ്റിക് പെയർ. അപ്പോൾ അവർ ഒരു റിലേറ്റീവ് മോഷൻ അവർ തമ്മിൽ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ബോഡിക്ക് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ ഒരു ബോഡീനെ എടുത്തു, അതിനെന്താണ് 3 ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബോഡിക്ക് 3 ഡിഗ്രി ഓഫ് 3 ഡയറക്ഷനിലും ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ 3 ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഒരു ബോഡിക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ബോഡി എടുത്ത് കഴിഞ്ഞാൽ അതിനെ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ ആ ഒരു ബോഡീനെ കണക്ട് ചെയ്തു വിചാരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഫിക്സ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ നമ്മളതിനെ കൺസ്ട്രെയിൻ ചെയ്യുക ചെയ്യുന്നത്, അതായത് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു കണക്ഷൻ അനുസരിച്ച് ഒരു റിലേറ്റീവ് മോഷൻ മാത്രമേ അതിനെന്തായിരിക്കുള്ളൂ, പോസിബിൾ ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ പറയുന്നത് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം റെസ്ട്രിക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നമ്മൾ കൈനമാറ്റിക് പെയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു റിലേറ്റീവ് മോഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മെക്കാനിസം യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്, മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡെഫിനിറ്റ് മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, മെക്കാനിസം യൂസ് ചെയ്യുന്നത്. സോ ഒരു കൈനമാറ്റിക് പെയറിന് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ കൈനമാറ്റിക് പെയറിനകത്ത് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദി പെയേഴ്സ്. ഫസ്റ്റ് വരുന്നത് നേച്ചർ ഓഫ് കോൺടാക്റ്റ് ആണ്, നേച്ചർ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദി പെയേഴ്സ്. ദെൻ കംസ് ദി മെക്കാനിക്കൽ കൺസ്ട്രെയിൻസ്. അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദി മെക്കാനിക്കൽ കൺസ്ട്രെയിൻ ഇൻ ബിറ്റ്വീൻ ദി പെയേഴ്സ്, mechanical constraint. Then comes the relative motion in between the pairs, relative motion. അപ്പോൾ നേച്ചർ ഓഫ് കോണ്ടാക്ട്, മെക്കാനിക്കൽ കൺസ്ട്രെയിൻറ്റ്, റിലേറ്റീവ് മോഷൻ, ഈ 3 തരത്തിലാണ് ഒരു കൈനമാറ്റിക് പെയറിനെ ചെയ്തിട്ടുള്ളത്, നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് നേച്ചർ ഓഫ് കോണ്ടാക്റ്റ് ആണ്. സോ അപ്പോൾ അതിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് ലോവർ പെയർ, അതുപോലെ തന്നെ ഹയർ പെയർ. അപ്പോൾ ഈ ലോവർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ ഞാനത് പറയാം. when 2 elements of a pair have a surface or area contact, ആ ഒരു വേർഡാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു പെയറിനകത്ത് എന്തായിരിക്കും, 2 എലമെൻറ്റ്സ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു 2 എലമെൻറ്റ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒന്നെങ്കിൽ സർഫസ് കോണ്ടാക്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏരിയ കോണ്ടാക്റ്റ് ആണ്. when a relative motion takes place. ഒരു റിലേറ്റീവ് മോഷൻ എന്തായിരിക്കും, നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തിനാണ്, ഒരു റിലേറ്റീവ് മോഷൻ, അല്ലെങ്കിൽ ഒരു മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ ഒരു റിലേറ്റീവ് മോഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു സർഫസ് കോണ്ടാക്ട്, അല്ലെങ്കിൽ ഒരു ഏരിയ കോണ്ടാക്റ്റ് ആണ് ഇൻ ബിറ്റ്വീൻ എ പെയർ. അതായത് എന്തായിരിക്കുക, 2 എലമെൻറ്റ്സിന് ഒരു പെയറിൽ 2 എലമെൻറ്റ്സിന് ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും, ഒരു സർഫസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ഏരിയ കോണ്ടാക്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലോവർ പെയർ എന്ന് വിളിക്കാം. ആൻഡ് ദ സർഫസ് ഓഫ് 1 എലമെൻറ്റ് സ്ലൈഡ്സ് ഓവർ ദി സർഫസ് ഓഫ് ദി അതർ. ഒരു സർഫസ്, അതായത് ഓരോ എലമെൻറ്റിൻ്റെ സർഫസ് മറ്റേ ആ ഒരു എലമെൻറ്റിൻ്റെ സർഫസിൽ സ്ലൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതിനാണ് നമ്മൾ വിളിക്കുന്നത്, ലോവർ പെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് വരുന്നത് ടേണിംഗ് പെയർ വരുന്നുണ്ട്, സ്ക്രൂ പെയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലൈഡിംഗ് പെയർ വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ക്രൂ പെയർ എന്ന് പറയുമ്പോൾ സ്ക്രൂ എന്തായിരിക്കും, സ്ക്രൂവിൻ്റെ മേലെ എന്തുണ്ടാവും, ഒരു നട്ട് ഉണ്ടാവും. ഈ ഒരു നട്ട് ഇതിനകത്ത് എന്താണ്, ഇതിനകത്ത് വരുന്ന മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു നട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ടൈറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിനകത്ത് ആ ഒരു റിലേറ്റീവ് മോഷൻ, ഇപ്പോൾ ഈ ഒരു നട്ടിന് എന്താണ് സിമ്പിളായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അതായത് 3 ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേഷണൽ മോഷനും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അലോങ് 3 ആക്സിസ് എന്താണ് ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്. ഇപ്പോൾ നമ്മളത് എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു നട്ടിൻ്റെ മേലെ മീൻസ് ഈ ഒരു നട്ട് എടുത്ത് ഈ ഒരു സ്ക്രൂവിൻ്റെ മേലെ ഇട്ടൊന്ന് വിചാരിക്കും. അപ്പോൾ എന്താവും, അതിന് റെസ്ട്രിക്ഷനാണ് വരുന്നത്. എന്താണ് പിന്നെ ഈ ഒരു, അപ്പോൾ ഇതിനെ നമ്മളൊരു ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു Z ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു നട്ടിന് എന്താണ്, ഈ ഒരു Z ആക്സിസിനെ അബൌട്ടായിട്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ, റൊട്ടേഷണൽ മോഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ഒരു നട്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും ഇപ്പോൾ ഒരു നട്ടിന് വരുന്നത്. സോ എന്താണ് അതിൻ്റെ ഇന്നർ സർഫസ്, അതായത് അതിൻ്റെ അകത്തുള്ള എന്തായിരിക്കും, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു സിലിണ്ടറിൻ്റെ ഒരു ലാറ്ററൽ സർഫസ് എങ്ങനെയായിരിക്കും, ഈ ഒരു സ്ക്രൂവിൻ്റെ ലാറ്ററൽ സർഫസിൽ കൂടെ എന്ത് ഉണ്ടാവുക, സ്ലൈഡ് ചെയ്തിട്ടായിരിക്കും താഴേക്ക് പോകുന്നത്. എന്താണ് ഒരു സർഫസ് ഏരിയയിലാണ് കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ലോവർ പെയർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ എക്സാമ്പിൾസ് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഹയർ പെയർ എന്താണെന്ന് നോക്കാം. എന്താണ് വെൻ 2 എലമെൻറ്റ്സ് ഓഫ് എ പെയർ ഹാവ് എ ലൈൻ ഓർ പോയിന്റ് കോൺടാക്ട്. എന്താണ് ഇവിടെ സർഫസ് ഓർ ഏരിയ കോൺടാക്ട് ആണെങ്കിൽ ഇവിടെ എന്താണ് ലൈൻ ഓർ ഏരിയ കോൺടാക്ട് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവരെന്തായിരിക്കും സർഫസ് എന്ന് പറയുന്നത് സിമിലർ സർഫസ് ആയിരിക്കും. ഇവിടെ എന്താണ് ഇവിടെ ഡിസിമിലർ സർഫസ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് എന്താണ് കോൺടാക്ട് സർഫസ് ഓഫ് ദ 2 ലിങ്ക്സ് ആർ സിമിലർ. എന്തായിരിക്കും, 2 ലിങ്കിൻ്റെയും കോൺടാക്ട് സർഫസ് സിമിലർ ആയിരിക്കും. ദെൻ ഹയർ പെയറിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കോൺടാക്ട് സർഫസ് ഓഫ് ദ 2 ലിങ്ക്സ് ആർ ഡിസിമിലർ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് ഈ റിലേറ്റീവ് മോഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, 2 എലമെൻറ്റ്സ് തമ്മിൽ ഒരു പെയറിനകത്തുള്ള 2 എലമെൻറ്റ്സ് തമ്മിൽ എന്തായിരിക്കും ഒരു പോയിന്റ് കോൺടാക്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ലൈൻ കോൺടാക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ എന്താണ് സ്ലൈഡ് ചെയ്യുക, ഈ ഒരു സർഫസിൽ കൂടെ വേറൊരു സർഫസ് ഇവിടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ദ മോഷൻ ബിറ്റ്വീൻ 2 എലമെൻറ്റ്സ് ഈസ് പാർട്ട്ലി ടേർണിങ് ആൻഡ് പാർട്ട്ലി സ്ലൈഡിങ്. എന്താണ് പാർട്ട്ലി എന്താണ് ടേർണിങ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സ്ലൈഡിങ് മോഷനാണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒരു ഹയർ പെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ അതിനകത്ത് എക്സാമ്പിൾ വരുന്നത് ബോൾ, അതുപോലെ തന്നെ റോളർ ബിയറിംഗ്, ദെൻ ക്യാം ആൻഡ് ഫോളോവർ, ടൂത്തഡ് ഗിയേഴ്സ്, ഫ്രിക്ഷൻ ഡിസ്ക്, ബെൽറ്റ് ആൻഡ് റോപ്പ് ഡ്രൈവ്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നമുക്കെന്താണ് നമുക്കൊരു ഗിയർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ഗിയറിന് എന്താണ്, ഗിയറിൻ്റെ ടൂത്ത് എന്താണ് ഈ ഒരു, ഇതിനെ റാക്ക് എന്നാണ് വിളിക്കുക, സ്പെർ റാക്ക്. അപ്പോൾ എന്താണ് ഈ ഒരു റാക്കിൻ്റെ മേലെ എന്താണ് ഒരു പോയിന്റ് കോൺടാക്റ്റ് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ 2 ഗിയർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ എന്താണ് ഒരു ലൈൻ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് പോയിന്റ് കോൺടാക്റ്റ് വരുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹയർ പെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്താണ്, അക്കോർഡിംഗ് ടു ദി relative motion in between the elements of a kinematic pair. അപ്പോൾ അതിനകത്ത് വരുന്നത് എങ്ങനെ എന്തൊക്കെ അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്, സ്ലൈഡിംഗ് പെയർ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ വരുന്നത് നോക്കാം. വെൻ 2 elements of a pair are connected in such a way that the one only slide relative to the other, the pair is known as a sliding pair. എന്തായിരിക്കും ഒരു എലമെൻ്റ് എന്താണ് മറ്റൊരു എലമെൻറ്റിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ഒരു എലമെൻറ്റ് സ്ലൈഡിങ് മോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ലൈഡിങ് പെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് വരുന്നത് പിസ്റ്റൺ സിലിണ്ടർ, എന്താണ് ഒരു പിസ്റ്റൺ സിലിണ്ടർ, അതുപോലെ തന്നെ എന്താണ് റാം ഗൈഡ്സ് ഓൺ എ ഷേപ്പർ. അപ്പോൾ ഒരു ഷേപ്പർ മെഷീൻ്റെ റാം എന്താണ് സ്ലൈഡിങ് മോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ റിലേറ്റീവ് ടു ദി അനദർ ലിങ്ക് ഓഫ് ദി പെയർ. ദെൻ അടുത്തൊരു എക്സാമ്പിൾ റെസിപ്രോക്കേറ്റിംഗ് ക്രോസ് ഹെഡ് ആൻഡ് ഗേറ്റ്സ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് സ്റ്റീം എൻജിൻ. അടുത്തെന്താണ് ടെയിൽ സ്റ്റോക്ക് ഓൺ എ ലേറ്റ് ബെഡ്.
എന്താണ് ഒരു ലെയ്ത്തിൻ്റെ ടെയിൽ സ്റ്റോക്ക്, ഇതൊക്കെയാണ് എന്ത് സ്ലൈഡിങ് പെയറിന് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ എന്താണ് ഒരു ലിങ്കിനെ എന്താണ് വേറൊരു ലിങ്കിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും, സ്ലൈഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ സ്ലൈഡിങ് പെയർ എന്ന് വിളിക്കുന്നത്. ദെൻ കംസ് ദി ടേണിംഗ് പെയർ. അതാണ് അപ്പോൾ റിലേറ്റീവ് മോഷനിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ പറയുന്നത്. ടേണിംഗ് പെയർ, വെൻ ടു എലമെൻറ്റ്സ് of a pair connected in such a way that the one only turn or revolve about a fixed axis of the another link. അപ്പോൾ എന്താണ്, ഒരു ആക്സിസിനെ അബൌട്ട് ആയിട്ട് എന്താണ് ടേണിംഗ് മോഷൻ മാത്രമല്ല എന്നുണ്ടെങ്കിൽ എന്താണ് റിവോൾവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയുന്നത് ടേണിംഗ് പെയർ എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിൾ നോക്കാം. എ ഷാഫ്റ്റ് വിത്ത് കോളേഴ്സ് അറ്റ് ബോത്ത് എൻഡ്സ് ഫിറ്റഡ് ഇൻ എ സർക്കുലർ ഹോൾ. അപ്പോൾ എന്താണ്, ഒരു ഷാഫ്റ്റ് എന്താണ് ഒരു സർക്കുലർ ഹോളിൽ കോളേഴ്സോട് കൂടിയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളതിനെ നമുക്ക് എന്താണ് ഒരു ടേണിംഗ് പെയർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റഡ് മോഷൻ മീൻസ് കൺസ്ട്രെയിൻഡ് മോഷൻ അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻ കംപ്ലീറ്റ് കൺസ്ട്രെയിനിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ഷാഫ്റ്റ് എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹോളോ പ്രിസത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് ഇങ്ങനെ സ്ലൈഡിങ് മോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, റൊട്ടേഷൻ മോഷൻ ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു. ദെൻ ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന് നമുക്ക് സ്ലൈഡിങ് മോഷനും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് റൊട്ടേറ്റിംഗ് മോഷനും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള എന്താണ് കോളർ വെച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കേസ് കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ പേര് നോക്കുമ്പോൾ എന്താണ് ഷാഫ്റ്റ് വിത്ത് എ കോളർ അറ്റ് ബോത്ത് എൻഡ്സ് ഫിറ്റഡ് ഇൻ എ സർക്കുലർ ഹോൾ. അപ്പോൾ സർക്കുലർ ഹോളിലാണെന്നുണ്ടെങ്കിൽ അതിന് 2 മോഷൻ പോസിബിൾ ആണ്. പക്ഷേ ഇവിടെ എന്താണ് കോളർ വെച്ചിട്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു എക്സാമ്പിൾ, എ ക്രാങ്ക് ഷാഫ്റ്റ് ഇൻ എ ജേണൽ ബിയറിംഗ് ഇൻ എൻ എൻജിൻ. എന്താണ് ഒരു എൻജിനകത്തുള്ള ക്രാങ്ക് ഷാഫ്റ്റ്, അതുപോലെ തന്നെ എന്താണ് അടുത്തത് ലെയ്ത്ത് സ്പിൻഡിൽ സപ്പോർട്ടഡ് ഇൻ എ ഹെഡ് സ്റ്റോക്ക്. അപ്പോൾ നമ്മുടെ ലെയ്ത്ത് മെഷീൻ്റെ ഹെഡ് സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇതിനെ ഹെഡ് സ്റ്റോക്കിൽ എന്താ ഉണ്ടാവും, സ്പിൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്താണ് റൊട്ടേറ്റിംഗ് മോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ സൈക്കിൾ വീൽ ടേണിംഗ് ഓവർ ദെയർ ആക്സിൽ. ദെൻ ഈ ഒരു ടേണിംഗ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ടേണിംഗ് പെയർ ഓൾസോ ഹാസ് എ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ എന്താണ് ഈ ടേണിംഗ് പെയർസിനൊക്കെ എന്തായിരിക്കും കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. അത് നമ്മൾ പറഞ്ഞു എന്താണ്, ഇപ്പോൾ 2 മോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താണ് നമുക്ക് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല. സോ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഈ കൺസിഡർ ചെയ്തിട്ടുള്ള എല്ലാ കേസും എന്താണ് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ മോഷൻ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് ഇത് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻ മോഷനും കൂടി എക്സാമ്പിൾസ് ആണ് ഈ ടേണിംഗ് പെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കംസ് ദി റോളിംഗ് പെയർ. റോളിംഗ് പെയർ നോക്കാം. വെൻ 2 elements of a pair are connected in such a way that one rolls over another ഫിക്സഡ് ലിങ്ക്. അപ്പോൾ എന്താണ് ഒരു ഫിക്സഡ് ലിങ്കിൻ്റെ മേലെ എന്താണ് വേറൊരു ലിങ്ക് റോൾ ചെയ്യുക, അതിനാണ് എന്ത് റോളിംഗ് പെയർ എന്ന് പറയുന്നത്. ബോൾ ആൻഡ് ബിയറിംഗ് ആർ എക്സാമ്പിൾ ഓഫ് റോളിംഗ് പെയർസ്. അതിന് വേറൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണ്, റോളിംഗ് വീൽ ഓൺ എ ഫ്ലാറ്റ് സർഫസ്. അപ്പോൾ എന്താണ് ഒരു ഫ്ലാറ്റ് സർഫസിൽ ഒരു വീൽ റോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ് ഇത് നമ്മുടെ പോയിന്റ് കോൺടാക്റ്റ്, അതായത് ഹയർ പെയറിനും കൂടി എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഒരു പോയിന്റ് കോൺടാക്റ്റ്, അതായത് ഒരു വീൽ എന്താണ് ഒരു സർഫസിൽ കൂടെ റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിനൊരു പോയിന്റ് കോൺടാക്റ്റ് അല്ലെങ്കിൽ ഒരു ലൈൻ കോൺടാക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ് ഇത് ലോവർ പെയറിനും കൂടെ മീൻസ് ഹയർ പെയറിനും കൂടി എക്സാമ്പിൾ ആണ് എന്ത് ഈ ഒരു വീല് ഒരു സർഫസിൽ കൂടെ റിവോൾവ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇതിന് വരുന്ന വേറൊരു എക്സാമ്പിൾ, ബോൾ ആൻഡ് ഷാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് 1 റോളിംഗ് പെയർ ആൻഡ് ബോൾ ആൻഡ് ബിയറിംഗ് ഇൻ 2nd റോളിംഗ് പെയർ. അപ്പോൾ എന്താണ് ഇതിനകത്ത് ബോളും ഷാഫ്റ്റും എന്താണ് ഒരു റോളിംഗ് പെയർ ആണ്. അതുപോലെ തന്നെ ബോൾ ബിയറിംഗ് എന്ന് പറയുന്നത് വേറൊരു റോളിംഗ് പെയർ ആണ് വരുന്നത്. ദെൻ ഇതിനകത്ത് ഇനി വരുന്നത് സ്ഫെറിക്കൽ പെയർ വരുന്നുണ്ട്. അതാണ് വെൻ 2 elements of a pair are connected in such a way that the one element with ഒരു എലമെൻറ്റ് എന്താണ് സ്ഫെറിക്കൽ ഷേപ്പുള്ള ഒരു എലമെൻറ്റ് എന്താണ് ടേൺസ് ഓർ സ്വിവൽ അബൌട്ട് അതർ ഫിക്സഡ് എലമെൻറ്റ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുന്നത് എന്താണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. സോ നമുക്കെന്താണ് ഇതിനകത്ത് ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സിലിണ്ടറിന് എന്താണ് ഇതൊരു ഫിക്സഡ് ലിങ്ക് ആണ്. ഈ ഒരു സിലിണ്ടർ എന്താണ് ഇതെന്തായിരിക്കും ഇത് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും. സോ ഇതെന്താണ് ഇതൊരു സിലിണ്ടറിക്കൽ പെയർ ആണ് വരുന്നത്. സിലിണ്ടറിക്കൽ അല്ല സ്ഫെറിക്കൽ പെയർ. അടുത്തത് സ്ക്രൂ പെയർ. വെൻ 2 elements
when two pairs of an element are connected in such a way that the one element can turn about the other by screw threads. A pair is known as a screw pair. എന്താണ് ഒരു എലമെൻറ്റിന് എന്താണ് ടേൺ അബൌട്ട് അതർ ബൈ സ്ക്രൂ ത്രെഡ്സ്. അപ്പോൾ എന്താണ് ഒരു എലമെൻറ്റിന് എന്താണ് അബൌട്ട് ദ സ്ക്രൂ ത്രെഡ്സിൽ എന്താണ് നമുക്ക് റൊട്ടേഷൻ പോസിബിൾ ആണ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് ലെറ്റ് സ്ക്രൂ ഓഫ് എ ലെയ്ത്ത് വിത്ത് നട്ട് ആൻഡ് ബോൾട്ട് വിത്ത് എ നട്ട് ആർ എക്സാമ്പിൾ ഓഫ് എ സ്ക്രൂ പെയർ. അപ്പോൾ എന്താണ് ഒരു നട്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ എന്താണ് ഒരു നട്ട് എന്താണ് ഒരു ബോൾട്ടിലൂടെ എന്താ ചെയ്യുന്നത് എന്താണ് ഈ ഒരു നട്ടിനുണ്ടാവുക ടേണിങ് മോഷനാണ്. അതല്ല ഇപ്പോൾ ഈ ഒരു നട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോൾട്ടിന് എന്തുണ്ടാവും ഒരു ടേണിങ് മോഷനാണ് ഉണ്ടാവുക. സോ ഇതാണ് എന്ത് സ്ക്രൂ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സ്ലൈഡിംഗ് പെയർ ഉണ്ടായിരുന്നു. സ്ലൈഡിംഗ് പെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു പ്രിസം ഹോളോ പ്രിസത്തിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ എന്താണ് സ്ലൈഡിംഗ് പെയർ ആയിട്ട്. ടേണിംഗ് പെയർ എന്ന് പറയുമ്പോൾ എന്താണ് ഷാഫ്റ്റ് സർക്കുലർ ഷാഫ്റ്റ് വിത്ത് കോളേഴ്സ് ആണ് ഫിക്സഡ് ബോത്ത് എൻഡ്സ്. അതുപോലെ തന്നെ എന്താണ് റോളിംഗ് പെയർ പറയുന്നുണ്ട്. നമുക്ക് എന്താണ് ഒരു സർഫസിൽ കൂടെ റോൾ ചെയ്ത് പോകുന്ന ഒരു വീലിനെ നമുക്ക് എക്സാമ്പിളായിട്ട് കാണാം. അതുപോലെ തന്നെ എന്താ പറയുന്നത് ബോൾ ബിയറിങ്സ് ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിളാണ് ഈ റോളിംഗ് പെയറിന്. ദെൻ കംസ് ദി സ്ക്രൂ പെയർ എന്ന് പറയുമ്പോൾ എന്താണ് ബോൾട്ടിൽ നട്ട് ബോൾട്ട്. അതുപോലെ തന്നെ എന്താണ് സ്പെറിക്കൽ പെയർ പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. എന്താണ് നമ്മുടെ എന്താണ് ഒരു സ്പെറിക്കൽ ഷേപ്പിനകത്ത് എന്താണ് ഒരു സ്ഫിയർ കൺസിഡർ ചെയ്താൽ മതി. എന്താണ് പറ്റുന്നത് എന്നാൽ ഫിക്സഡ് ലിങ്ക് ആയിരിക്കും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ക്ലോഷർ ആണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് എന്താണ് ക്ലോസ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അൺക്ലോസ്ഡ് പെയറും വരുന്നുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ സെൽഫ് ക്ലോസ്ഡ് എന്നും ഫോഴ്സ് ക്ലോസ്ഡ് പെയർ എന്നും വിളിക്കാം. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് സെൽഫ് ക്ലോസ്ഡ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് when two elements of a pair are connected together mechanically in such a way that only required kind of relative motion occurs. എന്താണ് മെക്കാനിക്കലി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സെൽഫ് ക്ലോസ്ഡ് പെയർ എന്ന് വിളിക്കാം. ദെൻ ഫോഴ്സ് ക്ലോസ്ഡ് പെയർ എന്ന് പറഞ്ഞാൽ when two elements of a pair are not connected mechanically but are kept in contact by the action of external force. അപ്പോൾ എന്താണ് ഇവിടെ മെക്കാനിക്കലി കണക്റ്റഡ് ആണ്, ഇവിടെ എന്താണ് നോട്ട് മെക്കാനിക്കലി കണക്റ്റഡ് ബട്ട് കണക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഇപ്പോൾ ഈ ഒരു സെൽഫ് ക്ലോസ്ഡ് പെയർസിന് എക്സാമ്പിൾസ് വരുന്നത് ലോ പെയർസ് ആണ്. ദെൻ ഈ ഫോഴ്സ് ക്ലോസ്ഡ് പെയർസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ക്യാം ആൻഡ് ഫോളോവർ ആണ്. ദെൻ ഇനി നമുക്ക് ക്ലോസ്ഡും അതുപോലെ തന്നെ അൺക്ലോസ്ഡും നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് എന്താണ് ഒരേ സെയിം എക്സാമ്പിൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലോസ്ഡ് പെയർ എന്ന് പറയുമ്പോൾ when elements of pair held together mechanically is known as a closed pair. അപ്പോൾ എന്താണ് ഈ സെൽഫ് ക്ലോസ്ഡിനെ പോലെ തന്നെയാണ് എന്ത് സെയിം ഡെഫിനേഷനാണ് വരുന്നത്. പക്ഷെ എന്താണ് ടു എലമെൻറ്റ്സ് ആർ ജിയോമെട്രിക്കൽ ഐഡൻറ്റിക്കൽ വൺ സോൾഡ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഈ ഒരു ക്യാം ഫോളോവർ തന്നെയാണ് എന്ത് ഈ ക്ലോസ്ഡ് തന്നെയാണ് എന്ത് സെൽഫ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് എന്താണ് ഇപ്പോൾ ഈ ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരെണ്ണം ഹോളോ ആയിരിക്കും, ദെൻ ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു എലമെൻ്റ് എങ്ങനെ ആയിരിക്കും ഫുള്ളായിരിക്കും, സോളിഡ് ആയിരിക്കും, ഫുള്ളായിരിക്കും. സോ അപ്പോൾ എന്താണ് ഒരു ക്യാമിനകത്ത് ഒരു ഫോളോവറിനകത്ത് എന്താണ് ഒരു ക്യാം ഉള്ളത്, അതാണ് ക്ലോസ്ഡിന് എക്സാമ്പിൾ. അതുപോലെ തന്നെ എന്താണ് ഫോഴ്സ് ക്ലോസ്ഡിന് എക്സാമ്പിൾ, ഫോഴ്സ് ക്ലോസ്ഡ് തന്നെയാണ് എന്ത് അൺക്ലോസ്ഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്താണ് ഓപ്ഷനൊക്കെ ചോദിക്കുമ്പോൾ ഈ രണ്ട് പേര് വന്നാലും ഒന്ന് തന്നെയാണ്. അൺക്ലോസ്ഡ് പെയർ എന്ന് പറഞ്ഞാലും ഫോഴ്സ് ക്ലോസ്ഡ് പെയർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇതിനകത്ത് വരുന്ന when two links of a pair are connected either due to force of gravity or some spring action ആണെന്ത് അൺക്ലോസ്ഡ് പെയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള ക്യാം ഫോളോവർ തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് നോക്കാം. അപ്പോൾ നമ്മൾ ലിങ്ക്സ് കണ്ടതുപോലെ തന്നെ എന്താണ് ജോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ബൈനറി ജോയിൻറ്റ്, ടെർണറി ജോയിൻറ്റ്, ദെൻ ക്വാട്ടർണറി ജോയിൻറ്റ്. അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബൈനറി ലിങ്ക്, ടെർണറി ലിങ്ക്, ക്വാട്ടർണറി ലിങ്ക് എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്ത് ബൈനറി ജോയിൻറ്റ്, ടെർണറി ജോയിൻറ്റ്, ക്വാട്ടർണറി ജോയിൻറ്റ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് ടു ലിങ്ക്സ് ആർ കണക്റ്റഡ് അറ്റ് എ ജോയിൻറ്റ് സെയിം കണക്ഷൻ ഈസ് കോൾഡ് ബൈനറി ജോയിൻറ്റ്. അപ്പോൾ എന്താണ് രണ്ട് ലിങ്ക് കണക്റ്റഡ് ചെയ്തിട്ടുള്ള അതെന്താണ് രണ്ട് ലിങ്ക് എന്താണ് ഒറ്റ കണക്ഷനിൽ രണ്ട് ലിങ്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ബൈനറി ജോയിൻ്റ് എന്ന് വിളിക്കും.
അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ടെർണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് 3 ലിങ്ക് ആർ ജോയിൻറ്റ് അറ്റ് എ കണക്ഷൻ, ഒരു കണക്ഷനിൽ എന്താണ് 3 ലിങ്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം, ഇറ്റ്സ് എ ടെർണറി ജോയിൻറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടെർണറി ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഇവർ തമ്മിൽ എന്താണ് ഒരു ബൈനറി ജോയിൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവരെ നോക്കുകയാണെങ്കിൽ ഒരു ബൈനറി ജോയിൻ്റ്. ഇതിനകത്ത് എന്താണ് ഒരു ലിങ്ക് ഫിക്സ് ചെയ്യുക നോക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ലിങ്ക് നമ്മൾ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കും. നമ്മൾ ഫിക്സഡ് ലിങ്കിനെ കാണിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. സോ ഇപ്പോൾ ഒരു ലിങ്ക് ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഒരു ബൈനറി ജോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇതും ഒരു ബൈനറി ജോയിൻ്റ് ആണ്. സോ എന്താണ് ഒരു ടെർണറി ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2 ബൈനറി ജോയിൻ്റ് ആണ് ഒരു ടെർണറി എന്ന് പറയുന്നത്. അടുത്തത് ക്വാട്ടർണറി. അപ്പോൾ ഈ ബൈനറി ജോയിൻറ്റിനെ നമുക്ക് ബി എന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ടെർണറിനെ ടി എന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ക്വാട്ടർണറി ജോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ 4 ലിങ്ക്സ് ആർ ജോയിൻറ്റ് അറ്റ് എ കണക്ഷൻ ഈസ് നോൺ ആസ് എ ക്വാട്ടർണറി ജോയിൻറ്റ്. ഇറ്റ് ഈസ് കൺസിഡർ ഈക്വലന്റ് ടു 3 ബൈനറി ജോയിൻറ്റ്സ് ഇൻ ഫിക്സിംഗ് എനി വൺ ഓഫ് ദ ലിങ്ക് കോൺസ്റ്റിറ്റ്യൂട്ട് 3 ബൈനറി ജോയിൻറ്റ്സ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു 4 ലിങ്ക് കണക്ട് ചെയ്യും, ഒരു ഒറ്റ കണക്ഷനിൽ 4 ലിങ്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ക്വാട്ടർണറി ജോയിൻറ്റ്. അപ്പോൾ ക്യൂ എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിനകത്ത് വരികയാണെങ്കിൽ 3 ബൈനറി ജോയിൻറ്റ്, 3 ബൈനറി ജോയിൻറ്റിന് ഇക്വലൻ്റ് ആണ് എന്ത് ഒരു ക്വാട്ടർണറി ജോയിൻറ്റ് ബൈ ഫിക്സിങ് എനി വൺ ഓഫ് ദ ലിങ്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിനെ നമുക്ക് എന്താണ് 3 ബൈനറി ജോയിൻറ്റ്സ് എന്ന് വിളിക്കുക ഇതിനെ. അപ്പോൾ ഇതിനെ ജനറലി നമുക്ക് എങ്ങനെ പറയാം, ഇഫ് n number of links are there then we can call it as n-1 joint binary joints. എന്താണ് n number of links ഉണ്ടെങ്കിൽ എന്താണ് n-1 number of binary joints ഉണ്ട് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്താണ് n-1 number of binary jointsന് ഇക്വലൻ്റ് ആണ് എന്ത് if n number of links are connected at a joint. ഒരു ജോയിൻറ്റിൽ n number of links കണക്റ്റഡ് ആണെങ്കിൽ എന്താണ് n-1 number of jointsന് ഇക്വലൻ്റ് ആണ് അത് എന്ന് പറയാം. then comes the degree of freedom. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേറൊരു സബ്ജക്റ്റിലൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ജസ്റ്റ് നമുക്ക് നോക്കാം. As a unconstrained rigid body moving in space can be described by the following independent motion. അപ്പോൾ എന്താണ് ഒരു സ്പേസിൽ ഒരു അൺകൺസ്ട്രെയിൻഡ് റിജിഡ് ബോഡി എന്താണ് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് ഏതൊക്കെ രീതിയിൽ അതിന് മൂവ്മെൻറ്റ് പോസിബിൾ ആണെന്നാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് നമ്മൾ സ്പേസ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് എന്തുണ്ടായിരിക്കും എക്സ് വൈ ഇസഡ് ആണ് 3 കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ട്രാൻസ്ലേഷൻ മോഷൻ അലോങ് എനി 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സസ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അലോങ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സസ്. അപ്പോൾ എന്തായിരിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് 3 ആക്സസുകൾ വരുന്നുണ്ട്. സോ എന്താണ് അലോങ് ദി ആക്സസ് എന്തായിരിക്കും ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് റൊട്ടേഷണൽ മോഷൻ അബൌട്ട് ദിസ് ആക്സസ്. അപ്പോൾ എന്താണ് ഈ ആക്സസിന് അബൌട്ടായിട്ട് റൊട്ടേഷണൽ മോഷൻ പോസിബിൾ ആയിരിക്കും. അപ്പോൾ എന്താണ് 3 ട്രാൻസ്ലേഷൻ മോഷൻ, 3 റൊട്ടേഷണൽ മോഷൻ, അങ്ങനെ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് എന്ത് വരുന്നത് ഒരു അൺകൺസ്ട്രെയിൻഡ് റിജിഡ് ബോഡിക്ക് സ്പേസിൽ വരുന്നത്. അതിനിപ്പോൾ നമ്മൾ എന്താണ് ഒരു ബോഡീനെടുത്ത് നമ്മൾ എന്ത് ചെയ്തു ലിങ്ക് ചെയ്തു വിചാരിക്കുക, അല്ലെങ്കിൽ വേറൊരു ബോഡീനായിട്ട് കണക്ട് ചെയ്തു വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ ചെയ്യും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്ക് ആ ഒരു ബോഡിയുടെ മോഷൻ കൺസ്ട്രെയിൻഡ് മോഷൻ ആയി മാറും. ഇനിയിപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് നമുക്ക് എന്താണ് ഡെഫിനേഷൻ വരുന്നത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റിലേറ്റീവ് മോഷൻ ആസ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. അപ്പോൾ എന്താണ് എത്ര ഇൻഡിപെൻഡൻറ്റ് ട്രാൻസ്ലേഷണറി ഓർ റൊട്ടേഷണൽ മോഷൻസ് ഇതുണ്ട് ഒരു പേരിനുണ്ടെന്നുള്ളതിനനുസരിച്ചാണ് എന്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു നമുക്ക് അങ്ങനെ പറയാം 6, അതായത് ടോട്ടൽ 6 ഡിഗ്രി ഓഫ് ഫ്രീഡമേ ഉള്ളൂ. അപ്പോൾ 6 മൈനസ് നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് എന്ന് പറയാം. ഇതിനനുസരിച്ച് ഈ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം അനുസരിച്ച് എന്താണ് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എന്താണ് കൈനമാറ്റിക് എന്താണ് പേയേഴ്സ് നമ്മൾ പറഞ്ഞതാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനും കണ്ടതാണ്. ഇനി എന്താണ് കുറച്ച് ജനറൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പേരുകളും നമ്പർ ഓഫ് റിസ്ട്രെയിൻസും. അതായത് നമ്മളിപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. നേരത്തെ നമ്മൾ എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താണ് കൈനമാറ്റിക് പെയർ. അപ്പോൾ അതിൻ്റെ പേര് അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് ഏതൊക്കെ റൊട്ടേഷണൽ മോഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, അപ്പോൾ അതിന് എത്രത്തോളം നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് ഉണ്ട്. അതായത് എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം മൈനസ്, അതായത് 6 മൈനസ് നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് ആണല്ലോ എന്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. അപ്പോൾ സോ നമുക്ക് എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് എന്താണ് ഇവിടെ ഒരു
ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? സ്ഫിയർ പ്ലെയിൻ എന്നാണ് പറയുന്നത്. സിമ്പിളാണ്. സ്ഫിയർ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. ആ ഒരു പ്ലെയിനിൻ്റെ വില നമ്മളൊരു സ്ഫിയർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സ്ഫിയർ നമുക്ക് എന്താണ് എന്ത് ചെയ്യുക? നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ അതെന്താണ്? ഇത് ഒരു വൈ ആക്സിസ്, ഇതൊരു എക്സ് ആക്സിസ്, ഇതൊരു ഇസഡ് ആക്സിസ്. അപ്പോൾ ഈ ഒരു ബോഡി എന്താ, അല്ലെങ്കിൽ പറയും ജസ്റ്റ് എന്താ നമുക്ക് അപ്പോൾ ഈ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക, എക്സും വൈ, ഇത് ഇസഡ്. അപ്പോൾ ഇസഡ് എക്സ് പ്ലെയിൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊരു സ്പിയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താണ്? നമുക്ക് എക്സ് ആക്സിസിന് എലോങ് ആയിട്ട് സ്ലൈഡിങ് മോഷൻ പോസിബിൾ, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്? എലോങ് ഇസഡ് ആക്സിസ് എന്താണ്? നമുക്ക് ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ ആണ്. അപ്പോൾ പക്ഷെ എന്താണ്? വൈ ആക്സിസിന് എലോങ് ആയിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ അല്ല, അത് റെസ്ട്രിക്റ്റഡ് ആണ്. സോ എന്താണ്? ഈ ഒരു പ്ലെയിനിൽ എന്താണ് അത്? അപ്പോൾ റിലേറ്റീവ് ടു ദിസ് പ്ലെയിൻ, അതായത് എന്താ പറയുക, ഇതൊരു നമ്മൾ പെയറായിട്ട് കൺസിഡർ ചെയ്ത്. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഈ ഒരു പ്ലെയിൻ എന്താണ്? ഒരു ലിങ്കാണ്. ആ ഒരു ലിങ്കിൽ ഈ സ്പിയർ എന്ന് പറയുന്നത് ഒരു വേറൊരു ലിങ്കായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പോൾ ഇതിന് വൈ ആക്സിസിന് എലോങ് ആയിട്ട് എന്താണ്? നമുക്ക് പോസിറ്റീവായ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. പക്ഷെ എന്താണ്? ഇപ്പോൾ ഇത് ഒരു കൈനമാറ്റിക് പെയറായിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അലോങ് ദി വൈ ആക്സിസിൽ എന്താണ്? ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല. ദെൻ ഇപ്പോൾ എന്താണ്? എക്സിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യാം? ഇതിന് റൊട്ടേഷൻ പോസിബിൾ ആണ്. വൈന് അബൌട്ടായിട്ടും റൊട്ടേഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഇസഡ് ആക്സിസിന് അബൌട്ടായിട്ടും റൊട്ടേഷൻ പോസിബിൾ ആണ്. സോ ഇതിനകത്ത് വരുന്ന നമ്പർ ഓഫ് റെസ്ട്രെയിൻസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ 6 - 1 = 5. അപ്പോൾ 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയാം നമുക്കിതിന്. ഇനി അടുത്തത് എന്താണ്? അടുത്തതിൻ്റെ പേര് സ്ഫിയർ സിലിണ്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഫിയർ സിലിണ്ടർ, അപ്പോൾ എന്താണ്? ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുക. അതിനകത്ത് എന്താണ്? നമ്മളൊരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താണ്? ഈ ഒരു സ്ഫിയറിനെ നമുക്ക് എന്താ പറയാം? ഇതിനിതാ ഇപ്പോൾ ഇതൊരു ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ എന്താണ്? ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ ആണ്. പക്ഷെ എന്താണ്? അലോങ് ഇപ്പോൾ നമ്മൾ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യും. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ആക്സിസ് എന്ന് പറയാൻ പറ്റും. ഇവിടെ അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഏതാ പറയുക, നമുക്ക് 2 ആക്സിസിന് അബൌട്ടായിട്ടുള്ള ട്രാൻസ്ലേഷൻ മോഷൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇവിടെ. അപ്പോൾ എന്താണ്? ഈ ഒരു സിലിണ്ടറിൻ്റെ ലോണ്ടിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ മാത്രമാണ് എന്ത് ട്രാൻസ്ലേഷൻ പോസിബിൾ ആവുള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് അപ്പോൾ ഇത് ഇസഡ് ആക്സിസിന് അബൌട്ട് ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്? ഇസഡ് ആക്സിസിന് അലോങ് ആയിട്ട് ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ ആവുള്ളൂ. ദെൻ ഇപ്പോൾ എക്സ് ആക്സിന് അബൌട്ടായിട്ട് വൈ ആക്സിന് അബൌട്ടായിട്ട് എന്താണ്? ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ അല്ല. ഇനിയിപ്പോൾ ഇതൊരു സ്ഫിയർ ആയതുകൊണ്ട് തന്നെ എന്താണ്? ഇതിന് എക്സ് ആക്സിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യാം? റൊട്ടേഷൻ പോസിബിൾ ആണ്. വൈ ആക്സിന് അബൌട്ടായിട്ടും റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇസഡ് ആക്സിന് അബൌട്ടായിട്ടും റൊട്ടേഷൻ മോഷൻ പോസിബിൾ ആണ്. സോ ഇപ്പോൾ ഇവിടെ എന്താണ്? 2 റിസ്ട്രെയിൻസ് ആണുള്ളത്. സോ നമുക്ക് പറയാം എന്ത്? 6 - 2 = 4 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളൂ. എന്ത്? ഈ ഒരു സിലിണ്ടറിനകത്തൊരു സ്ഫിയർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. ഇനി അടുത്തത് സിലിണ്ടർ പ്ലെയിൻ. അടുത്താണെന്ത്? സിലിണ്ടർ പ്ലെയിൻ. അപ്പോൾ എന്താണ്? ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. അതിനകത്ത് എന്താണ്? ഒരു സിലിണ്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു സിലിണ്ടറിന് എന്താണ്? ഇപ്പോൾ ഇസഡ് ആക്സിസിനെ അബൌട്ടായിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് ഇസഡ് ആക്സിസിന് അബൌട്ടായിട്ട് ഇതിന് സ്ലൈഡിങ് മോഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ എക്സ് ആക്സിന് അബൌട്ടായിട്ട് സ്ലൈഡ് മോഷൻ പോസിബിൾ ആണ്, അതായത് ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ ആണ്. ദെൻ ഇഫ് വൈ ആക്സിസിന് അബൌട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിലേറ്റീവ് ടു ദിസ് പ്ലെയിൻ എന്താണ്? ഇപ്പോൾ ഈ ഒരു സെഡ് എക്സ് പ്ലെയിനിന് റിലേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അലോങ് വൈ ആക്സിസ് എന്താണ്? ട്രാൻസ്ലേഷൻ റെസ്ട്രിക്റ്റഡ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു റെസ്ട്രെയിൻ്റ് ആയി. ഇനി എന്താണ്? ഇനി റൊട്ടേഷൻ മോഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്? ഇത് സെഡ് ആക്സിസിന് അബൌട്ടായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ മോഷൻ പോസിബിൾ ആണ്. ദെൻ വൈ ആക്സിസിന് അബൌട്ടായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? റൊട്ടേഷൻ പോസിബിൾ ആണ്. പക്ഷേ എക്സ് ആക്സിസിന് അബൌട്ടായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വൈ ആക്സിസിന് അബൌട്ടായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇസഡ് ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ദെൻ ഇപ്പോൾ എക്സ് ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് ഈ ഒരു പ്ലെയിനിൽ ഇരിക്കില്ല. അപ്പോൾ എന്താണ്? റൊട്ടേഷൻ എന്താണ്? പോസിബിൾ അല്ല. അപ്പോൾ എന്താണ്?
ഒരു റൊട്ടേഷൻ റെസ്ട്രെയിൻ്റ് ആണ്, അതുപോലെ തന്നെ എന്താണ് ഒരു ട്രാൻസ്ലേഷനും റെസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ ഇതിന് എന്താണ് 4 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. ഇനി അടുത്തത് എന്താണ് സ്ഫെറിക് എന്നാണ് പറയുന്നത്. സ്ഫെറിക് എന്താണ് ഒരു സ്ഫിയർ അപ്പോൾ എന്താണ് ഒരു ഹെമിസ്ഫിയർ പോലത്തെ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് പോലൊക്കെ എന്താണ് ഒരു ഹെമിസ്ഫിയർ പോലത്തെ ഒരു ഹോളോ സ്പേസിൽ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന് എലോങ് എക്സ് ആക്സിസ് എന്താണ് ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല, എലോങ് വൈ ആക്സിസ് ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല. അതുപോലെ തന്നെ എലോങ് ഇസഡ് ആക്സിസ് എന്താണ് ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല. അപ്പോൾ എന്താണ് ഇതിന് ത്രീ ആക്സിസിന് അലോങ് ആയിട്ട് എന്താണ് ഇതിന് ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല. ഇനി എന്താണ് റൊട്ടേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് ഇതൊരു ഹെമിസ്ഫിയറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. സോ എന്താണ് എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എബൌട്ട് വൈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം, എബൌട്ട് ഇസഡ് ആക്സിസ് എന്താണ് റൊട്ടേഷൻ മോഷൻ പോസിബിൾ ആണ്. സോ എന്താണ് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഇതിന് വരുന്നത്. അതായത് 6 - 3 റിസ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. ദെൻ ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ എല്ലാം അടുത്തെന്താണ് ഒരു സിലിണ്ടർ പേര് വരുന്നത് നോക്കാം. സ്ഫിയർ സ്ലോട്ടഡ് സിലിണ്ടർ. എന്താണ് ഒരു സ്ലോട്ടഡ് സിലിണ്ടറിനകത്ത് എന്താണ് ഒരു സ്ഫിയർ. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്താ പറയാം, ഇപ്പോൾ ഈ ഒരു സിലിണ്ടർ എന്ന് പറയുന്ന ഒരു ലിങ്കാണ്, അതിനകത്താണ് നമ്മുടെ സ്ഫിയർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അതിനൊരു ഹോളുണ്ട്, സ്ലോട്ടറാണ്, സ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വേറൊരു ലിങ്ക് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഫിയർ. അപ്പോൾ നമുക്കപ്പോൾ ഒരു വാതിലിൻ്റെയൊക്കെ കുറ്റി പോലെയാണ് വരുന്നത്. പക്ഷേ എന്താണ് അകത്തിരിക്കുന്നത് ഒരു സിലിണ്ടർ അല്ല, എന്താണ് ഒരു സ്ഫിയറാണ് വരുന്നത്. സോ എന്താണ് ഇതിൻ്റെ റൊട്ടേഷൻ മോഷൻ മീൻസ് ട്രാൻസ്ലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ എന്താണ് ഇതിന് ഈ ഒരു ഡയറക്ഷൻ, അതായത് ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇസഡ് ആക്സിസിന് അലോങ് ആയിട്ട് ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ്. പക്ഷേ എന്താണ് വൈ ആക്സിസിന് അലോങ് ആയിട്ട് ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല, എക്സ് ആക്സിസിന് അലോങ് ആയിട്ടും ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല. അപ്പോൾ എന്താണ് 2 റിസ്ട്രെയിൻ വന്നു ട്രാൻസ്ലേഷന്. റൊട്ടേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എക്സ് ആക്സിസിനെ അബൌട്ടായിട്ട് എന്ത് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഈ ഒരു വൈ ആക്സിസിനെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാം, സെഡ് ആക്സിസിനെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 റിസ്ട്രെയിൻ ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 3 റിസ്ട്രെയിൻസ് ആണ്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയായിരിക്കും 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഇതിന് വരുന്നത്. അടുത്ത് നോക്കാം. അടുത്തെന്താണ് പ്രിസം പ്ലെയിൻ ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഒരു പ്ലെയിനിൽ ഒരു പ്രിസം. അപ്പോൾ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ സ്ലൈഡ് എക്സ് ആക്സിന് അബൌട്ട് അലോങ് ആയിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് സെഡ് ആക്സിസിന് അബൌട്ടായിട്ട് അലോങ് ആയിട്ടും ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ്. ദെൻ വൈ ആക്സിസിന് അബൌട്ടായിട്ട് ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല. അപ്പോൾ എന്താണ് ട്രാൻസ്ലേറ്ററി മോഷന് 1 റിസ്ട്രെയിൻ വന്നിട്ടുണ്ട്. ദെൻ ഇനി റൊട്ടേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വൈ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും റൊട്ടേഷൻ പോസിബിൾ ആണ്. അപ്പോൾ എക്സ് ആക്സിസിനെ അബൌട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ് ഇസഡ് ആക്സിസിനെ അബൌട്ടായിട്ടും റൊട്ടേഷൻ പോസിബിൾ അല്ല. സോ എന്താണ് 2 റിസ്ട്രെയിൻ ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ് 3 ആണ് വരുന്നത്. ഇനി അടുത്ത് നോക്കാം. അടുത്ത എന്താണ് സ്ലോട്ടഡ് സ്ഫെറിക് ആണ് വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ ആ ഒരു സ്ഫെറിക് തന്നെ അതിനെന്താണ് സ്ലോട്ടഡ് സ്ഫെറിക് എന്നാണ്. അതിനെന്താണ് ഒരു സ്ലോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന് ട്രാൻസ്ലേഷൻ നേരത്തെ പോലെ തന്നെ എന്താണ് അലോങ് 3 ആക്സിസ് എന്താണ് ട്രാൻസ്ലേഷൻ റെസ്ട്രെയിൻഡ് ആണ്. പിന്നെ റൊട്ടേഷൻ മോഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് ഇസഡ് ആക്സിസിനെ അബൌട്ടായിട്ടും റൊട്ടേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വൈ ആക്സിസിനെ അബൌട്ടായിട്ടും റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സ് ആക്സിസിനെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ടോട്ടൽ 4 റിസ്ട്രെയിൻ വരുന്നുണ്ട്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് എത്രയാണ് 2 ആണ്. ഇനി അടുത്തൊരു കേസ് നോക്കാം. അടുത്തതിൻ്റെ പേര് വരുന്നത് സിലിണ്ടർ എന്നാണ്. എന്താണ് നമ്മളൊരു സിലിണ്ടറിനകത്ത് എന്താണ് ഒരു ഷാഫ്റ്റ്, ഒരു ഹോളോ സിലിണ്ടറിനകത്ത് ഒരു ഷാഫ്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താണ് അതിനെ ഇപ്പോൾ എക്സ് വൈ ഇസഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എബൌട്ട് ദി ഇസഡ് ആക്സിസ് എന്താണ് റൊട്ടേഷൻ പോസിബിൾ ആണ്.
പക്ഷെ എന്താണ് എക്സിന് അബൌട്ടായിട്ടും വൈന് അബൌട്ടായിട്ടും എന്താണ് റൊട്ടേഷൻ പോസിബിൾ അല്ല. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ട്രാൻസ്ലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസഡിന് അലോങ് ആയിട്ട് ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ്. പക്ഷെ എന്താണ് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും അലോങ് ആയിട്ട് എന്താണ് ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല. സോ ഇവിടെ എന്താണ് രണ്ട് റിസ്ട്രെയിൻ, അതായത് എന്താണ് രണ്ട് റൊട്ടേഷണൽ റിസ്ട്രെയിനും രണ്ട് ട്രാൻസ്ലേഷണൽ റിസ്ട്രെയിനും വരുന്നുണ്ട്. സോ എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് 6 - 4 = 2 ആണ് വരുന്നത്. അടുത്തത് നോക്കാം. അതെന്താണ് ഒരു കോളഡ് സിലിണ്ടർ ആണ്. എന്താണ് ഇപ്പോൾ ഒരു സിലിണ്ടർ എന്താണ് ഷാഫ്റ്റിനകത്ത് എന്തായിരിക്കും, നേരത്തെ നമ്മൾ കണ്ടത് ഒരു ഹോളോ സിലിണ്ടറിൻ്റെ അകത്തൊരു ഷാഫ്റ്റാണ്. ഇപ്പോൾ എന്താണ് അത് കോളഡാണ്. കോളഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും രണ്ടും ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് റൊട്ടേഷൻ എബൌട്ട്, ഇപ്പോൾ വൈ ആക്സിസ് അതുപോലെ എക്സ് ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേഷൻ പോസിബിൾ അല്ല. അപ്പോൾ രണ്ട് റിസ്ട്രെയിൻ ആയി. അതുപോലെ തന്നെ എന്താണ് ഇതിപ്പോൾ ഇസഡ് ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിനും വൈ ആക്സിസിന് അലോങ് ആയിട്ട് ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല. അതുപോലെ തന്നെ എന്താണ് കോളർ ആയതുകൊണ്ട് ഇപ്പോൾ ഇസഡ് ആക്സിസിന് അബൌട്ടായിട്ടുള്ള ട്രാൻസ്ലേഷനും കൂടി എന്താണ് റിസ്ട്രെയിൻ ആയിട്ടുണ്ട്. സോ എന്താണ് 6 - 5 ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിസ്മാറ്റിക് എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് എന്ത് ഒരു ഹോളോ പ്രിസത്തിനകത്ത് ഒരു പ്രിസ്മാറ്റിക് ബാർ. സോ ഇതിനെന്താണ് ഇതിനെ എക്സ് ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേഷൻ പോസിബിൾ അല്ല. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ വൈ ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേഷൻ പോസിബിൾ അല്ല. ഇസഡ് ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേഷൻ പോസിബിൾ അല്ല. അപ്പോൾ 3 റിസ്ട്രെയിൻ ആയി. റൊട്ടേഷണൽ റിസ്ട്രെയിൻ 3 ഇനി വരുന്നത് എന്താണ് ഇപ്പോൾ വൈ ആക്സിസിന് അബൌട്ട് എന്താണ് ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല. ഇസഡ് ആക്സിസിന് അബൌട്ടായിട്ടും ട്രാൻസ്ലേഷൻ പോസിബിൾ അല്ല. എക്സ് ആക്സിസിന് അബൌട്ടായിട്ട് ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ്. സോ എന്താണ് രണ്ട് റിസ്ട്രെയിൻ, അതായത് രണ്ട് ട്രാൻസ്ലേറ്ററി റിസ്ട്രെയിൻ വരുന്നുണ്ട്. സോ 6 - 5 ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് എത്രയാണ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് കൈനമാറ്റിക് വയേഴ്സ്. ഇനി നമുക്ക് എന്താണ് കൈനമാറ്റിക് ചെയിൻ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈനമാറ്റിക് ചെയിൻ അതായത് സിമ്പിളായിട്ട് ഡെഫിനേഷൻ വരുന്നത് കൈനമാറ്റിക് ചെയിൻ ഈസ് ആൻ അസംബ്ലി ഓഫ് ലിങ്ക്സ്. എന്താണ് ലിങ്ക്സിൻ്റെ അസംബ്ലി ആണ്. വിച്ച് ദ റിലേറ്റീവ് മോഷൻ ഓഫ് ലിങ്ക്സ് ഈസ് പോസിബിൾ ആൻഡ് മോഷൻ ഓഫ് ഈച്ച് റിലേറ്റീവ് ടു ദ അതർ ഈസ് എ ഡെഫിനിറ്റ്. എന്താണ് വേറൊരു ലിങ്കിനെ അപേക്ഷിച്ച് എന്താണ് റിലേറ്റീവ് മോഷൻ പോസിബിൾ ആയിട്ടുള്ള ലിങ്ക്സിൻ്റെ അസംബ്ലിക്കാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കൈനമാറ്റിക് ചെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കൈനമാറ്റിക് ചെയിൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നോൺ കൈനമാറ്റിക് ചെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കൈനമാറ്റിക് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിലേറ്റീവ് മോഷൻ എന്താണ് ഡെഫിനിറ്റ് മോഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇൻഡെഫിനിറ്റ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വിളിക്കാം നോൺ കൈനമാറ്റിക് ചെയിൻ എന്ന്. അതുപോലെ തന്നെ എന്താണ് ഇനിയിപ്പോൾ ഡസ് നോട്ട് അലോ എനി മോഷൻ ഓഫ് എ ലിങ്ക് റിലേറ്റീവ് ടു ദ അതർ. എന്താണ് മോഷൻ റെസ്ട്രിക്ട്, അതായത് ഒരു മോഷൻ എന്താണ് പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം റിഡൻഡൻറ്റ് ചെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ കൈനമാറ്റിക് ചെയിൻ ഉണ്ട്, നോൺ കൈനമാറ്റിക് ചെയിൻ വരുന്നുണ്ട്, റിഡൻഡൻറ്റ് ചെയിൻ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡെഫിനിറ്റ് ഈ റിലേറ്റീവ് മോഷൻ ഡെഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൈനമാറ്റിക് ചെയിൻ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് എന്താണ് നമുക്കൊരു 4 ബാർ ലിങ്കേജ് എടുക്കാം. ഇതിന് നമ്മൾ 4 ബാർ ലിങ്കേജ് അല്ലെങ്കിൽ 4 ബാർ ചെയിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് പറയുന്ന പോലെ എന്താണ് മോഷൻ റിലേറ്റീവ് മോഷൻ എന്താണ് ഡെഫിനിറ്റ് ആണ്. സോ ഇത് കൈനമാറ്റിക് ചെയിൻ എക്സാമ്പിളാണ്. ഇനി അടുത്തത് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതും കൈനമാറ്റിക് ചെയിൻ ആണ്. ദെൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇതെന്താണ് ഇതും കൈനമാറ്റിക് ചെയിൻ ആണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതൊക്കെ എന്ന് പറയുന്നത് റിഡൻഡൻറ്റ് ചെയിൻ ആണെന്ന് നമുക്ക് പറയാം.
ഇനി അടുത്തത് എന്താണ് നോൺ കൈനമാറ്റിക് ചെയിൻ. അതാണ് ഇൻഡെഫിനിറ്റ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അപ്പോൾ ആ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയാം നോൺ കൈനമാറ്റിക് ചെയിൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഒരു 6 ബാർ ലിങ്കേജ് ആണിത്. ഇതിനകത്ത് എന്താണ് ഇത് ഇൻഡെഫിനിറ്റ് മോഷനാണ്. ദെൻ അപ്പോൾ ഇത് നോൺ കൈനമാറ്റിക് ചെയിനാണ്. ദെൻ റിഡൻഡൻറ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇതാണെന്ത് റിഡൻഡൻറ്റ് ചെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ കണ്ട എന്താണ് ഇതൊരു ക്വാട്ടർണറി ലിങ്കാണ്. അടുത്തത് ലിങ്കേജ് മെക്കാനിസം ആൻഡ് സ്ട്രക്ചർ. ലിങ്കേജ് മെക്കാനിസം ദെൻ സ്ട്രക്ചർ. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സോ ഡെഫിനേഷൻ നോക്കാം. അപ്പോൾ ലിങ്കേജ് ഈസ് ഒബ്റ്റൈൻഡ് ഇഫ് എനി വൺ ഓഫ് ദ ലിങ്ക് ഓഫ് എ കൈനമാറ്റിക് ചെയിൻ ഈസ് ഫിക്സഡ് ടു ദ ഗ്രൗണ്ട്. നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് ഇതൊരു 4 ബാർ മെക്കാനിസം ആണെന്ന് നമുക്ക് പറയാം. ഇതിനിപ്പോൾ 4 ബാർ ലിങ്കേജ് എന്ന് വിളിക്കണം. ഞാൻ നേരത്തെ എന്താണ് കഴിഞ്ഞൊരു എന്താണ് നമ്മൾ കൈനമാറ്റിക് ചെയിൻ പറയുമ്പോൾ എന്താണ് ഞാൻ ഇതിനെ 4 ബാർ ലിങ്കേജ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ 4 ബാർ ചെയിനാണിത്, അല്ലെങ്കിൽ ഇതിനെ 4 ബാർ മെക്കാനിസം എന്ന് നമുക്ക് വിളിക്കാം. അപ്പം എപ്പോൾ മെക്കാനിസം എന്ന് വിളിക്കാം, എപ്പോൾ ഒരു ചെയിൻ ലിങ്കേജ് എന്ന് വിളിക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പോൾ എന്താണ് ഇതിനകത്ത് എനി വൺ ഓഫ് ദ ലിങ്ക് ഈസ് ഫിക്സഡ് ടു ദ ഗ്രൗണ്ട്. എന്താണ് ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് ഇതൊരു ലിങ്കേജ് ആണെന്ന്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം അതിനെ ലിങ്കേജ് എന്ന് വിളിക്കാം. ദെൻ ഇനി മെക്കാനിസം. അപ്പോൾ നമ്മൾ ഓൾറെഡി മെക്കാനിസത്തിൻ്റെ 2 ഡെഫിനേഷൻ നമ്മൾ കണ്ടതാണ്. എന്താണ് കൺസ്ട്രെയിനും പ്രെഡിക്റ്റബിൾ മോഷൻ പോസിബിൾ ആക്കുന്ന എന്താണ് ലിങ്ക്സിനെ ഒരു കോമ്പിനേഷനാണ് നമ്മളിത് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ലിങ്ക് വേറൊരു ലിങ്കിൻ്റെ എന്താണ് ഡെഫിനിറ്റ് മോഷൻ പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ മോഷൻ കാരണം എന്താണ് വേറൊരു ലിങ്കിനകത്ത് എന്താണ് ഒരു ഡെഫിനിറ്റ് മോഷൻ പോസിബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം ഒരു മെക്കാനിസം എന്ന് വിളിക്കാം. ദെൻ ഇനി സ്ട്രക്ചർ. അതെന്താണ് ഇഫ് എനി വൺ ഓഫ് ദ ലിങ്ക് ഓഫ് എ റിഡൻഡൻറ്റ് ചെയിൻ ഈസ് ഫിക്സഡ് ദെൻ ഇറ്റ് ഈസ് ഓൺ ആസ് എ സ്ട്രക്ചർ ഓർ ലോക്ക്ഡ് സിസ്റ്റം. അപ്പോൾ നമ്മൾ റിഡൻഡൻറ്റ് ചെയിൻ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു റിഡൻഡൻറ്റ് ചെയിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ലോക്ക്ഡ് സിസ്റ്റം എന്നോ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നോ വിളിക്കാം. ദെൻ അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും 0 ആയിരിക്കും. ഇപ്പോൾ ഒരു ടെർണറി ലിങ്ക് ആണ് എന്ത് നമ്മുടെ എന്ത് റിഡൻഡൻറ്റ് ലിങ്ക് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ റിഡൻഡൻറ്റ് ചെയിൻ ആയിട്ട് വരുന്നത്. സോ ഇപ്പോൾ അതിനകത്ത് ഒരു ലിങ്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ഇപ്പോൾ സ്ട്രക്ചർ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ എന്താണ് ഇനിയിപ്പോൾ ഒരു ലിങ്കേജ് എടുക്കുക. അപ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ ഒരു മെക്കാനിസം കൺസിഡർ ചെയ്യുക. അതിനകത്ത് എന്താണ് ഒറ്റ ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെന്താണ് ഇതിനകത്ത് ഇൻപുട്ട് ലിങ്ക് അതായത് ഈ ഒരു ലിങ്കിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു മോഷൻ ഇൻപുട്ടായിട്ട് കൊടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ബാക്കി അതായത് ഒരൊറ്റ മോഷൻ എന്ത് ചെയ്താൽ മതി ഒറ്റ ഇൻപുട്ടിന് ഇതിനകത്ത് വരുന്ന ബാക്കി ലിങ്ക്സിൻ്റെ ഒക്കെ മോഷൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ എന്താണ് ഒറ്റ ഇൻപുട്ടിന് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കതിനെന്തെന്ന് വിളിക്കാം 1 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു മെക്കാനിസത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണെന്ന് പറയാം. അതിനിപ്പോൾ എന്താണ് 2 ഡിഗ്രി ഓഫ് മീൻസ് 2 ഇൻപുട്ട് ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ഇൻപുട്ട് മോഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ന് പറയാം 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയാം. ദെൻ ഇനി സൂപ്പർ സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ് 0 ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ -1 ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കതിനെ എന്തെന്ന് വിളിക്കാം സൂപ്പർ സ്ട്രക്ചർ എന്ന് വിളിക്കാം. ദെൻ ഇപ്പോൾ സ്ട്രക്ചറിനാണെങ്കിൽ 0 ഡിഗ്രി ഓഫ് ഫ്രീഡം ദെൻ നെഗറ്റീവ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്നുണ്ടെങ്കിൽ അതിനെ സൂപ്പർ സ്ട്രക്ചർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എന്താണ് പോസിറ്റീവ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറയുന്നത് മെക്കാനിസം എന്നാണ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലിങ്കേജ് എന്താണെന്നും മെക്കാനിസം എന്താണെന്നും സ്ട്രക്ചർ സൂപ്പർ സ്ട്രക്ചർ. ഇനി എന്താണ് ഇനി മൊബിലിറ്റി ഓഫ് എ മെക്കാനിസം. അപ്പോൾ എന്താണ് ഒരു മെക്കാനിസത്തിൻ്റെ മൊബിലിറ്റി അത് നോക്കാം. അപ്പോൾ എ മെക്കാനിസം കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് പെയർസ് ബിലോങ്ങിങ്
ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഹാവിങ് എ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് റിസ്ട്രെയിൻ. എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൈനമാറ്റിക് പെയർ എന്താണെന്നൊക്കെ. അപ്പോൾ എന്താണ് ഒരു മെക്കാനിസത്തിനകത്ത് എന്താണ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പെയേഴ്സ് ഉണ്ടായിരിക്കും. എന്താണ് ഡിഫറെൻറ്റ് ക്ലാസ്സസിനകത്തുള്ള പെയേഴ്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു മെക്കാനിസത്തിൻ്റെ മൊബിലിറ്റി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ പെയേഴ്സിൻ്റെ അതായത് കൈനമാറ്റിക് പെയേഴ്സിൻ്റെ നമ്മളിപ്പോൾ കണ്ടു, ക്ലാസിഫിക്കേഷൻ കണ്ടു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടു. ദെൻ ഇനി നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു മെക്കാനിസം ആവുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും ഒരു പെയേഴ്സ് എന്തായിരിക്കും, ഒരു നമ്പർ ഓഫ് പെയേഴ്സ് ഉണ്ടായിരിക്കും. എന്തായിരിക്കും ആ ഒരു നമ്പർ ഓഫ് പെയേഴ്സ് ഒക്കെ എന്തായിരിക്കും ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വരുന്ന റിസ്ട്രെയിൻസ് എന്ന് പറയുന്നതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യണം, ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കണം. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെക്കാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് ഫസ്റ്റ് വരുന്നത് സീറോ ഓർഡർ മെക്കാനിസമാണ്. സീറോ ഓർഡർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ ഓർഡർ മെക്കാനിസം വിൽ ഹാവ് നോ സച്ച് ജനറൽ റിസ്ട്രെയിൻ. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് റിസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സീറോ ആയിരിക്കും. സോ അതിനെന്തായിരിക്കും 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് 6 മൈനസ് നമ്പർ ഓഫ് റിസ്ട്രെയിൻ ആണ്. അപ്പോൾ റിസ്ട്രെയിൻ ഇല്ല, സീറോ ഓർഡർ മെക്കാനിസത്തിനാണ് റിസ്ട്രെയിൻസ് ഇല്ല. സോ അതിനെ നമുക്ക് എന്തായിരിക്കും 6 നമ്പർ ഓഫ് അതായത് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ദെൻ ഒരു റിസ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അതായത് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫസ്റ്റ് ഓർഡർ മെക്കാനിസം എന്ന് വിളിക്കാം. ദെൻ സെക്കൻഡ് ഓർഡർ മെക്കാനിസം അപ്പോൾ എന്തായിരിക്കും 2 റിസ്ട്രെയിൻസ് ആയിരിക്കും. ദെൻ തേർഡ് ഓർഡർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന് 3 റിസ്ട്രെയിൻസ് ആയിരിക്കും. ഫോർത്ത് ഓർഡർ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിന് 4 റിസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. ദെൻ ഫിഫ്ത്ത് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിന് 5 റിസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. ദെൻ ഇനി എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6 മൈനസ് 6 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 0 ആയിരിക്കും. അത് ഡിഗ്രി ഓഫ് ഫ്രീഡം 6 എന്ന് അതിനകത്ത് എന്തായിരിക്കും, അതിനെ നമുക്ക് മെക്കാനിസം എന്ന് വിളിക്കാൻ പറ്റില്ല. എന്തായിരിക്കും അതിനകത്തുള്ള എല്ലാ ലിങ്ക്സും എന്തായിരിക്കും ഫിക്സഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും സ്റ്റേഷനറി ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് വെച്ചിട്ട് നമുക്ക് എന്താണ് 5 അതായത് എന്താണ് സീറോ ഓർഡർ മെക്കാനിസം ഉണ്ട്, ഫസ്റ്റ് ഓർഡർ 6 എന്താണ് സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ അപ് ടു എന്താണ് ഫിഫ്ത്ത് ഓർഡർ മെക്കാനിസം വരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ റിസ്ട്രെയിൻ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി നമുക്ക് നമ്പർ സിന്തസിസ് എന്താണെന്ന് നോക്കാം. നമ്പർ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്പ്രസിങ് നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ലിങ്ക്സ് ആൻഡ് നമ്പർ ഓഫ് പെയർ ഓഫ് കണക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഈസ് നോൺ ആസ് എ നമ്പർ സിന്തസിസ്. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ലിങ്ക്സ്, അതുപോലെ തന്നെ എന്താണ് നമ്പർ ഓഫ് പെയർ കണക്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതിനകത്ത് എന്താണ് ഒരുപാട് കൈനമാറ്റിക് പെയേഴ്സ് കണ്ടതാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടതാണ്. അപ്പോൾ ആ ഒരു നമ്പർ ഓഫ് ലിങ്ക്സിൻ്റെയും നമ്മൾ പറഞ്ഞ എന്താണ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ ഈ ഒരു മെക്കാനിസത്തിനകത്ത് വരുന്ന എല്ലാ ബോഡീനെയും നമ്മൾ എന്തെന്ന് വിളിക്കുക, ലിങ്ക് എന്നാണ് വിളിക്കുന്നത്. സോ എന്താണ് അപ്പം എത്ര ലിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് 2 എലമെൻറ്റ് തമ്മിൽ അല്ലെങ്കിൽ എന്താണ് 2 ലിങ്കുകളിനെ നമ്മൾ ഒന്നിച്ച് എന്താണ് പെയർ എന്ന് വിളിക്കുക. അപ്പോൾ അവർ ആ ഒരു ഓരോ പെയറിൻ്റെ എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് ദി പെയർ കണക്ഷൻ വെച്ചിട്ട് എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് നമ്പർ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നമ്പർ സിന്തസിസ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ് നമ്പർ ഓഫ് ലിങ്ക്സും അതുപോലെ തന്നെ എന്താണ് ആ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെയേഴ്സ്. അതിന് എന്താണ് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഡിഗ്രി ഓഫ് ഫ്രീഡം റെപ്രസെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ നമ്പർ സിന്തസിസ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് എന്താണ് ജനറലായിട്ട് ഒരു സ്പേസ് മെക്കാനിസത്തിനകത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഏതൊരു മെക്കാനിസത്തിനകത്തും എന്താണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അറിഞ്ഞാൽ മാത്രമാണ് അതിനകത്തേക്ക് നമുക്ക് എന്താണ് എത്ര ഔട്ട്പുട്ട് മോഷൻ ലഭിക്കും, അതുപോലെ തന്നെ എത്ര ഇൻപുട്ട് മോഷൻസ് നൽകണമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് എന്താണ് ഒരു പ്ലെയിൻ സ്പേസ് മെക്കാനിസത്തിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് n നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത് n ആണ്. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് f ആണ്. അതുപോലെ തന്നെ P1 എന്ന് പറയുന്നത് എന്താണ് പെയർ ഹാവിങ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ദെൻ P2 എന്ന് പറയുന്നത് എന്താണ്
പെയർ ഹാവിങ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ എന്താണ് ഇപ്പോൾ ഇതിനകത്ത് P1-നകത്ത് 5 റെസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. ദെൻ P3 എന്ന് പറയുന്നത് എന്താണ്, ഹാവിങ് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. ആൻഡ് P4 എന്ന് പറയുന്നത് എന്താണ്, 4 ഡിഗ്രി ഓഫ് ഫ്രീഡം. ദെൻ P5 എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം പോസിബിൾ ആണ്. ദെൻ 1 റിസ്ട്രെയിനേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എന്താണ് ഇപ്പം n നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് മൂവബിൾ ലിങ്ക്സ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്, മൂവബിൾ ലിങ്ക്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് n-1 ആണ്. സോ ഒരു സ്പേസ് മെക്കാനിസത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6 × n-1 ആണ്. സോ 6 × n-1 ആണ് എന്ത് പറയുന്നത് ഒരു സ്പേസ് മെക്കാനിസത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഡയറക്റ്റായിട്ട് എഫ് എന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ F = 6 × n-1 ആണ് വരുന്നത്. n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ മെക്കാനിസം. എഫ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം. സ്പേസ് മെക്കാനിസം ആയതുകൊണ്ട് 6 × n-1 ആണ് എന്ത് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. ഇനി ഇപ്പോൾ എന്താണ് ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. ജസ്റ്റ് ഇപ്പോൾ എന്താണ് ഇതിനകത്ത് ഇപ്പോൾ 6 × n-1, ഇപ്പോൾ n-ന് ഒരു 3 എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കുക. 3 - 1 എന്ന് പറഞ്ഞാൽ എന്താണ് 2 എന്ന് വരും. എന്താണ് 6 × 2 എന്ന് പറഞ്ഞാൽ എന്താണ് 12 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് 12 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ എന്താണ് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഇനി ഓരോ പെയറും എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. Each pair having 1 degree of freedom imposes 5 restraint on a mechanism, reducing its degree of freedom by 5p1. അപ്പോൾ എന്താണ് ഇപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ എന്താണ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള പെയേഴ്സ് ഉണ്ട്. അതായത് എത്ര നമ്പർ ഓഫ് പെയേഴ്സ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളതുണ്ടെന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്യണം, നമ്മൾ അതിൽ നിന്ന് 5 ടൈംസ്, അതായത് എന്താണ് 5 റെസ്ട്രെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മെക്കാനിസത്തിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്ത് ഒറ്റ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള പെയേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 5 ടൈംസ് എന്ത് ചെയ്യണം അത് ആ ഒരു മെക്കാനിസത്തിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നിന്ന് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ F = 6 × ഒരു പ്ലെയിൻ മെക്കാനിസം സ്പേസ് മെക്കാനിസത്തിൻ്റെ കേസിലാണ് 6 × n-1 മൈനസ് 5p1, അതായത് എന്താണ് 5 × അതായത് നമ്പർ ഓഫ് റെസ്ട്രെയിൻസ് ഇൻറ്റു നമ്പർ ഓഫ് പെയർസ് ഹാവിങ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം മൈനസ്, ഇനി അതുപോലെ തന്നെ എന്താണ് ഇനി അതിനകത്തുള്ള 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്. അപ്പോൾ എന്താണ് 4 റെസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് റെസ്ട്രെയിൻ ഇൻറ്റു നമ്പർ ഓഫ് പെയർസ് ഹാവിങ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം മൈനസ് നമ്പർ ഓഫ് റെസ്ട്രെയിൻ ഇൻറ്റു നമ്പർ ഓഫ് പെയർസ് ഹാവിങ് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം മൈനസ് നമ്പർ ഓഫ് റെസ്ട്രെയിൻ ഇൻറ്റു പെയർസ് ഹാവിങ് 4 ഡിഗ്രി ഓഫ് ഫ്രീഡം മൈനസ് നമ്പർ ഓഫ് റെസ്ട്രെയിൻ ഇൻറ്റു പെയർസ് ഹാവിങ് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഒരു സ്പേസ് മെക്കാനിസത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഒരു പ്ലെയിൻ മെക്കാനിസത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. സോ അതിന് പറയുന്ന ഒരു പേരുണ്ട്, ഗ്രിബ്ലേഴ്സ് ക്രൈറ്റീരിയ എന്നാണ് പറയുന്നത്. സിമ്പിളാണ്. F = 3 × n-1 മൈനസ് 2p1 മൈനസ് 1p2. ഇതാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഗ്രിബ്ലേഴ്സ് ക്രൈറ്റീരിയ വരുന്നത്. എന്താണ് ഈ ഗ്രിബ്ലേഴ്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, എന്താണ് ഒരു പ്ലെയിൻ മെക്കാനിസത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനാണ്. ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു സർഫസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് എന്താണ് 2 ട്രാൻസ്ലേഷൻ മോഷനും എന്താണ് എബൌട്ട് 1 ആക്സിസ് എന്താണ് ഒരു റൊട്ടേഷണൽ മോഷനാണ് പോസിബിൾ. സോ എന്താണ് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 3 റിസ്ട്രെയിൻസ് ഉള്ള ഒരു കേസാണ് എന്ത് ഒരു പ്ലെയിൻ മോഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2 ട്രാൻസ്ലേഷനും ഒരു ആക്സിസിന് അബൌട്ടായിട്ടുള്ള റൊട്ടേഷനും മാത്രം പോസിബിൾ ആയിട്ടുള്ള കേസാണ് എന്ത് പ്ലെയിൻ മോഷൻ അല്ലെങ്കിൽ പ്ലെയിൻ മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലിങ്ക്സ് ആണ്. സോ F = 3 × n-1. അപ്പോൾ മൂവബിൾ ലിങ്ക്സ് നേരത്തെ പോലെ തന്നെ എന്താണ് മൂവബിൾ ലിങ്ക്സ് നമ്പർ ഓഫ് മൂവബിൾ ലിങ്ക്സ് n-1 ആണ് വരുന്നത്. ദെൻ മൈനസ് ഇനി എന്താ പറയുന്നത് എല്ലാത്തിനും ഓരോ മൂവബിൾ ലിങ്ക്സിനും എന്താണ് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ദെൻ ഈച്ച് പെയർ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഇമ്പോസസ് ഫർദർ റിസ്ട്രെയിൻ ഓൺ എ മെക്കാനിസം. എന്താണ് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ല, നമ്മൾ എന്താണ് പ്ലെയിൻ മെക്കാനിസം ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഉണ്ടാവുക. അപ്പോൾ ഏതൊരു ലിങ്കിലും എന്താണ് 3 ഡിഗ്രി ഓഫ് ഫ്രീഡമേ ഉണ്ടാവുള്ളൂ എന്ത് പ്ലെയിൻ മെക്കാനിസത്തിനകത്ത്.
എന്താണ് ഇതിനകത്ത് P1 എന്ന് പറയുന്നത്, ഇവിടെ എന്താണ്, ഇവിടെ P1 എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് പേഴ്സ് ഹാവിങ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് P2 എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് പേഴ്സ് ഹാവിങ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനിയിപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് നമ്മൾ എടുക്കേണ്ട, നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ എന്താണ് എല്ലാല്ലെങ്കിലും 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും എന്നുള്ളതിൽ കൺസിഡറേഷനിലാണ് എടുത്തിട്ടുള്ളത്. എന്താണ് 3 × n-1. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള പേയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് റിസ്ട്രെയിൻ വെച്ച് എന്ത് ചെയ്യണം, ഇതിനകത്ത് നിന്ന് റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മൈനസ് ചെയ്ത് കളയണമെന്ന് പറയാം. എന്താണ് അപ്പോൾ ഇതിനകത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളതിന് എന്ത് ചെയ്യണം, അതിനകത്ത് എത്ര റിസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും, 2 റിസ്ട്രെയിൻസ്. അപ്പം ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. സോ എന്താണ് 2 റിസ്ട്രെയിൻസ് ആണ് വരുന്നത്. 2 × P1 മൈനസ് എന്ത് വേണം, 1 × P2. ഇതാണ് എന്ത് വരുന്നത്, ഗ്രബ്ലേഴ്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇതാണ് പ്ലെയിൻ മെക്കാനിസത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ക്രൈറ്റീരിയ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്താണ് കുറ്റ്സ്ബാക്ക് ക്രൈറ്റീരിയ എന്നും വിളിക്കാം. അപ്പോൾ ഗ്രബ്ലേഴ്സ് ക്രൈറ്റീരിയ അതുപോലെ തന്നെ കുറ്റ്സ്ബാക്ക് ക്രൈറ്റീരിയ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ കുറ്റ്സ്ബാക്ക് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ ഹാവിങ് ഓൺലി 1 ഡിഗ്രി എന്താണ് പേയേഴ്സ് ലിങ്കേജ് വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ എന്താണ് P2 എന്ന് പറയുന്നത്, അതായത് എന്താണ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള പേയേഴ്സ് എന്താണ് ഇല്ല, അങ്ങനത്തെ ഒരു കേസാണ് എന്ത് ഈ കുറ്റ്സ്ബാക്ക് ക്രൈറ്റീരിയ. അപ്പോൾ എന്താണ് അതിനകത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ F = 3 × n-1 മൈനസ് എന്താണ് 2P1. ഇതാണ് എന്ത് കുറ്റ്സ്ബാക്ക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടി, നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് മീൻസ് എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർ എ പ്ലെയിൻ മെക്കാനിസം. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസ് എന്താണ് പ്ലെയിൻ മെക്കാനിസം ആണ് വരുന്നത്. സോ നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്, എന്തിന്, ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.